ഹലോ മയൂസ്, ഐ ആം യുവർ മാൻ ഉമർ. എല്ലാവർക്കും മയൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മുടെ വൺ പീസിൻ്റെ റീസെൻറ്റ് ചാപ്റ്ററായ 1178 ഒരു ഒപ്പീനിയൻ വീഡിയോ ആണ്. ഗൈസ്, ഒപ്പീനിയൻ റിവ്യൂ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. എൻ്റെ ഒരു ഇതിൽ ഒരു ഒപ്പീനിയൻ വീഡിയോ ആണ് ഗൈസ്. അതായത് എനിക്ക് വായിച്ചപ്പോൾ നിങ്ങളോട് സംസാരിക്കണം തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണം. അപ്പോൾ എനിക്ക് ഈ ചാപ്റ്റർ വായിച്ചപ്പോൾ ആദ്യം തന്നെ തോന്നിയിട്ടുണ്ടല്ലോ ഗൈസ്, അതായത് എനിക്ക് ഈ ചാപ്റ്റർ ഒരു അടിപൊളി ചാപ്റ്ററാണ് ഗൈസ്. അതായത് നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഗംഗു, അതായത് നമ്മുടെ ഇമ്മു പൊസസ് ചെയ്ത ഗംഗു ആയിട്ട് ലൂഫിയും നമ്മുടെ ലോക്കിയും ഫൈറ്റൊക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്ന ചാപ്റ്ററാണ്. പക്ഷെ എനിക്ക് ഈ ചാപ്റ്ററിൻ്റെ വാല്യൂ അനുസരിച്ച് അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അതായത് ഞാൻ ഓൾറെഡി നിങ്ങൾക്കറിയാലോ, നമ്മുടെ ചാനലിൽ നമ്മൾ സ്പോയിലേഴ്സിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരുപാട് സ്പോയിലേഴ്സ് ഇങ്ങനെ കണ്ട് വായിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഓൾറെഡി കുറേ കാര്യങ്ങൾ നടക്കുന്നത് അറിയണതുകൊണ്ട് എനിക്ക് ആ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലൊരു വാല്യൂ എന്നാണ് അതിനെ പറയണതെന്ന് എനിക്കറിയാം. നമ്മൾ ആ ഒരു ഇതനുസരിച്ച് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ചാപ്റ്റർ വായിക്കുമ്പോൾ. അതായത് ഒരു ഇൻസിഡൻസ്, മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് അറിയണതുകൊണ്ട് ആ ചാപ്റ്റർ വായിക്കുമ്പോൾ കിട്ടേണ്ട ഗൂസ് ബംസ് എന്നാണ് പറയണത്, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എനിക്ക് കിട്ടിയില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, ഇനി പരമാവധി ഇങ്ങനെ സ്പോയിലേഴ്സ് വീഡിയോ നമ്മുടെ ചാനൽ ഉണ്ടാവില്ലായിരിക്കട്ടെ ഗൈസ് മിക്കവാറും. പിന്നെ ഞാനും സ്പോയിലേഴ്സ് വായിക്കൽ നിർത്തിയിട്ട് ഇനി ഇപ്പോൾ ചാപ്റ്റർ മൊത്തത്തിൽ വരുമ്പോൾ വായിച്ചിട്ട് എന്നാലേ ഗൈസ് ആ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ആ ചാപ്റ്ററിന് മൊത്തത്തിൽ വാല്യൂ നമുക്ക് കിട്ടും. വാല്യൂ മീൻസ് വാല്യൂ അല്ല, ആ മൊത്തത്തിലുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ തീരുമാനിച്ചേക്കണം. കാരണം ഒരുപാട് നല്ല ഇൻസിഡൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ. മെയിൻ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ലൂഫിയും ലോക്കിയും ഗംഗുവായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഇമ്മുവിനെ ഫൈറ്റ് ചെയ്യുന്നത്, ഇമ്മു വേഴ്സസ് ചെയ്ത ഗംഗുവിനെ, അതായത് നമ്മുടെ റോജർ അല്ലല്ലോ, സോറി ഗൈസ്, നമ്മുടെ റോക്സിനെയൊക്കെ ഫൈറ്റ് ചെയ്തില്ലേ. ആ ആ ഇത് ആ അങ്ങനത്തെ ടൈപ്പ് ഫൈറ്റ് ആയിരുന്നു. പക്ഷേ അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ റോക്സിനെ ഡോമി റിവേഴ്സ് ചെയ്തില്ല ഗൈസ്. അതുപോലെ ഇതിൽ നമ്മുടെ ലൂഫിനെയും ലോക്കിനെയും ഡോമി റിവേഴ്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ നടന്നില്ല ഗൈസ്. അവർക്കത് ഏക്കണില്ല, എന്തൊരു കാരണമുണ്ട്. അപ്പോൾ ആ ഡോമി റിവേഴ്സ് വർക്കാവാത്തതുകൊണ്ട് ഇമ്മ പറയുന്നുണ്ട്, പക്ഷെ എന്തോ ഇതുള്ള രീതിയിൽ. പക്ഷേ എന്താണെന്ന് നമുക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ടാണ് അവർക്ക് ഡോമി റിവേഴ്സ് വർക്കാവാത്തതെന്ന്. പിന്നെ ഇതിൽ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഗൈസ്, ഇതൊക്കെ സ്പോയിലേഴ്സ് വായിച്ചത്, അതാണ് പറ്റിപ്പോയത്. അതായത് നമ്മുടെ ചോപ്പറിന് എന്തൊരു ഇതുണ്ട് ഗൈസ്, ഒരു എബിലിറ്റി ഉണ്ട്. അതായത് ഡോമി റിവേഴ്സിൽ പെട്ട ആൾക്കാരെ ചോപ്പർ ഒറ്റയടി അടിക്കുമ്പോൾ അവർ ഡോമി റിവേഴ്സ് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇതൊക്കെ ഇനി അടുത്തടുത്ത് വന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് മനസ്സിലാക്കി തന്നെ എന്താണ് ഓടെ ഉദ്ദേശിച്ചേക്കണത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ഇപ്പോൾ ചോപ്പറിൻ്റെ ആയാലും. അപ്പോൾ അതിലൊരു ക്യൂട്ട് ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ചോപ്പറിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ, ചോപ്പറിനെ ആരെങ്കിലും പുകഴ്ത്തുമ്പോൾ ചോപ്പർ ഒരു ക്യൂട്ടായിട്ടൊരു സംഭവം കാണിക്കൂലേ, അങ്ങനത്തെ ഒരു സീൻ ഇതിലുണ്ട്. അതായത് നമ്മുടെ സോറോ പറയും ചോപ്പർ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും, ഒരു മികച്ച ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും ആ ഡോമി റിവേഴ്സ് ബ്രേക്ക് ആയെന്നുള്ള രീതിയിൽ ഒറ്റയടിക്ക്. അപ്പോൾ ആ മറ്റേ എന്നെ പുകഴ്ത്തുന്ന ആ സ്കീം ഉണ്ടല്ലോ, ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമില്ലേ, അത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മെയിൻ പിന്നെ മറ്റേ ലാസ്റ്റ് നമ്മൾ സ്പോയിലേഴ്സിൽ ഓൾറെഡി പറഞ്ഞ തന്നെ മെയിനായിട്ട് ഗൈസ്, അതായത് ഇമ്മു ഗോറോസിനെ വിളിച്ചിട്ട് ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഗൈസ്. ഓൾറെഡി നമുക്ക് അറിയാറ്, ഞാൻ വായിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാറ്, കാരണം ഞാൻ സ്പോയിലേഴ്സ് ആണെന്ന് പറയണമെങ്കിലും ഞാൻ പറഞ്ഞില്ല ഗൈസ്, അത് ജെന്യൂൻ പേജസിൽ കണ്ട സ്പോയിലേഴ്സാണ്. അപ്പോൾ ഏകദേശം ഉറപ്പറിഞ്ഞത് തന്നെ ഇരിക്കുമെന്ന്. പക്ഷെ എനിക്ക് സംശയമുണ്ട് ഗൈസ്, ഇമ്മ പോയിട്ട് വരാമെന്ന് പറയണമെങ്കിലും എൽബാഫിലേക്ക് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എൽബാഫാണ്, ഞാനത് സംശയം പറയേണ്ട കാര്യമില്ല എന്ന് തോന്നണം. കാരണം ഗംഗോനെ ഓൾറെഡി അവർ ബീറ്റ് ചെയ്തല്ല. പിന്നെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും അടുത്ത ആൾ വന്നം. പക്ഷെ എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതായത് ഇമു ഡയറക്റ്റ് എൽബാഫിലേക്ക് വരുമെന്ന്. കാരണം എൽബാഫിലേക്കാണ് പോകണതെന്ന് ഞാൻ വായിച്ചതിൽ കണ്ടില്ല. പോയിട്ട് വരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നുള്ള എൽബാഫിൽ ഫൈറ്റ് ഉണ്ടാവും ഇവർ തമ്മിൽ. മിക്കവാറും ഗാർലിംഗ് അല്ല, നമ്മുടെ ഷാംറോക്കില്ലേ ഗൈസ്, ഷാംറോക്ക് വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് എൽബാഫിലേക്ക്, അതായത് പുള്ളി ആദ്യം ഉണ്ടായില്ലാണ്ട് പുള്ളി പോയതാണല്ല. ഷാംറോക്ക് വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലാതെ ഡയറക്റ്റ് ഇമ്മു വരുമെന്ന് എനിക്കിപ്പോഴും ഒരു വിശ്വാസമായിട്ടില്ല. അടുത്ത ആഴ്ച ബ്രേക്കില്ല, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റും. എന്തായാലും ഇന്ന് സ്പോയിലേഴ്സും കാര്യങ്ങളും ഉണ്ടാവില്ലായിരിക്കും ഗൈസ് മിക്കവാറും. കാരണം ഞാൻ ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ് നിൽക്കണം. കാരണം എനിക്ക് സ്പോയിലേഴ്സ് വായിച്ചിട്ട് ഈ ചാപ്റ്റർ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി, വായിക്കേണ്ടെന്നായിപ്പോയി. കാരണം അത്ര കിടിലൻ ചാപ്റ്റർ മാങ്ക ഇതായിരുന്നു, പാനലായിരുന്നുണ്ട് ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ വായിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ആ കിട്ടേണ്ട ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് ഇനി അത് വായിക്കേണ്ടെന്നാണ്. പിന്നെ ഇത് കാണാത്തവരോട് നമ്മുടെ ഇതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ, ചാപ്റ്ററിൻ്റെ പേര് ഹെഡിങ് ഞാൻ മറന്നു ഗൈസ്. നമ്മൾ തുടങ്ങുന്നത് ബ്രൂക്കിനെയും ഉസപ്പിനെയും നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ
ഗംഗു ഡിഫീറ്റ് ചെയ്തേക്കായിരുന്നു ലൂഫി. അവിടെ നിന്ന് അവരെ മാറ്റി നമ്മുടെ നമ്മുടെ നാമിയുടെയൊക്കെ ഗ്രൂപ്പിൻ്റെ അവിടെ എത്തിച്ച്, നമ്മുടെ ജിംബയുടെ ഗ്രൂപ്പിൻ്റെയൊക്കെ അവിടെ എത്തിച്ച്. പിന്നെ നാമിയും ഒക്കെ നമ്മുടെ സിയൂസിനെയും കൊണ്ട് റെയിൻ വെച്ചിട്ട് ഇത് സെറ്റ് മറ്റേ ലൈബ്രറിയിലെ ഫയർ എടുത്തുന്ന സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഓൾറെഡി ഡൊമിറിവേഴ്സിൽ പെട്ടേക്കുന്ന ആൾക്കാരെയൊക്കെ മാറിക്കൊണ്ട് ലാസ്റ്റ് നമ്മുടെ ചോപ്പർ വന്നപ്പോൾ പെട്ടെന്ന് എല്ലാവരെയും ഡൊമിറിവേഴ്സിൽ പെട്ടവരെ ഒരു ബ്രേക്കായി നോർമലിലേക്ക് വന്നിട്ടുണ്ട് മിക്കവരും. പിന്നെ എന്താ പറയുക, നമ്മുടെ സോമർ തിരിച്ച് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സോമറിൻ്റെ ഓരോ ഭാഗങ്ങൾ മാറി കിടക്കുകയായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ തിരിച്ച് സോമർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ പറയുക, കില്ലിംഗ് ആം എനിക്ക് തോന്നുന്നത് സാഞ്ചിയുടെ അവിടെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെന്താ പറയുക, പിന്നെ വേറെ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ലൂഫി ലോക്കിയുടെ ഫൈറ്റാണ്, അതായത് നമ്മുടെ ഗംഗുവായിട്ടുള്ള ഫൈറ്റാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അത് കിട്ടില്ല ഫൈറ്റാണ് കണ്ടിട്ട് മനസ്സിലായത് കേട്ടോ ഗൈസ്. പിന്നെ ഇമു വന്നതാണെങ്കിലും നൈസ് ചാപ്റ്റർ ആയിരുന്നു ഗൈസ്. മെയിനായിട്ട് ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ, പക്ഷെ ഇതൊക്കെ കണ്ടു, അതായത് ഓൾറെഡി സ്പോയിലേഴ്സ് വായിച്ചതാണ് എനിക്ക് പറ്റിയ അബദ്ധം. പിന്നെന്താണ് ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ എന്തൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. എനിക്കത് ഓൾറെഡി വായിച്ച ആ ഒരു വിഷമം കിടക്കണേ ഗൈസ്. കാരണം അത്ര നല്ല ചാപ്റ്റർ വന്നിട്ട് ആ കിക്ക് കിട്ടിയില്ല. ആ ചാപ്റ്റർ വായിക്കുമ്പോൾ കിട്ടേണ്ട കിക്ക് ഓൾറെഡി സ്പോയിലേഴ്സ് വായിച്ചുകൊണ്ട് ആ കിക്ക് കിട്ടിയില്ല. ആ സമയത്ത് കിട്ടിയ കിക്കാണ്, അതായത് നമ്മൾ സ്പോയിലേഴ്സ് വായിച്ച സമയത്ത് കിട്ടിയ കിക്ക്. പക്ഷേ വീഡിയോയിലും അല്ലെങ്കിൽ എനിക്ക് ആ ഒരു മൊത്തത്തിലല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ടോട്ടലൊരു ഇത് കിട്ടിയിട്ടില്ലല്ലോ ഗൈസ്. ചാപ്റ്റർ ഇത് ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിച്ചാൽ എൻ്റെ ആ മൊത്തത്തിൽ ഭയങ്കര ഇതായി പോയാണ്. പക്ഷെ അത് ഭയങ്കര മിസ്സായി പോയത് ആ ഒരു ഇത് നിൽക്കണോണ്ടാണ്. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സ് വെച്ച് ഞാൻ സ്പോയിലേഴ്സൊക്കെ ഇനി കാണുകയാണെങ്കിലും വായിക്കാതെ വിട്ടുപോകണയാണ്. കാരണം ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്റർ എന്തായാലും ഭയങ്കര വെയിറ്റിംഗ് ആണ് ഗൈസ്. കാരണം ഇമു വരും എന്ന് ഞാൻ വിചാരിക്കണില്ല. എൽബാഫിൽ വന്നാൽ തന്നെ ഫൈറ്റ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കണില്ല മെയിനായിട്ടൊരു ബാറ്റിൽ. കാരണം ഇത് ഫൈനൽ ബാറ്റിലേക്ക് വരേണ്ട ആൾക്കാരാണല്ലോ. അല്ലെങ്കിൽ വേറെ എന്തൊക്കെയുണ്ട് ഞാൻ നോക്കുക ഗൈസ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ. ഞാൻ ഇപ്പം വിചാരിക്കുന്നത് ഇമു ലൂഫി ഫൈറ്റ് ഉണ്ടാവില്ല എന്നാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഗംഗു പൊസിറ്റീവ് ഇമു ഞാൻ പറഞ്ഞില്ല, ലൂഫിയുടെ റിവേഴ്സൊക്കെ ചെയ്യാൻ നോക്കിയപ്പോൾ മറ്റേ ലൂഫിയുടെ നമ്മുടെ ശരിക്കുള്ള ഈ മൂടിയൊക്കെ രൂപം ഉണ്ടല്ലോ, ആ സിൽഹോട്ട് ഉണ്ടല്ലോ, നമ്മുടെ സാബൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് അതേപോലത്തെ രൂപമൊക്കെ വന്നുണ്ട്. പിന്നെ നമ്മുടെ ലോക്കിക്ക് ഫൈറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റണ്ടായില്ല. ലോക്കി വന്നിട്ട് മറ്റേ ലോക്കിയുടെ ഹ്യൂമൻ ട്രാൻസ്ഫോമിൽ വന്നിട്ടാണ് ഫൈറ്റൊക്കെ ചെയ്തത്. നൈസ് ചാപ്റ്റർ ആയിരുന്നു കൈസ്. പക്ഷേ ഇത് വായിക്കാൻ സ്പോയിലേഴ്സ് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ ഒരു കിക്ക് കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് ഞാൻ നിൽക്കണം. അപ്പോൾ എത്ര ഉള്ളൂ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ സ്പോയിലേഴ്സൊക്കെ പറഞ്ഞാന്നറിയാൻ പാടില്ല, ഇപ്പോൾ ഒരു നമ്മുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇപ്പോൾ വിഷമം പറഞ്ഞ പോലെ ആയിപ്പോയി എന്ന് തോന്നണം ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം, നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ ഗൈസ്. പിന്നെ എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അടുത്ത ചാപ്റ്ററിൽ? നിങ്ങൾ ഫൈറ്റ് പ്രതീക്ഷിക്കണുണ്ടോ ലൂഫിയും ഇമ്മും തമ്മിൽ? ഞാൻ പ്രതീക്ഷിക്കില്ല, ഇപ്പം ഞാൻ പ്രതീക്ഷിക്കില്ല ഗൈസ്. എന്തായാലും എൽബാഫിൽ വെച്ച് ഞാൻ ഒരു ഫൈറ്റ് പ്രതീക്ഷിക്കില്ല. എന്തെങ്കിലും ട്വിസ്റ്റോടെ കൊണ്ടുവരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ പറയട്ടെ ഗൈസ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ. താങ്ക് യു, ബൈ ഗൈസ്.